ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സവാള ഒരു 3 ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ പരമാവധി കട്ടിയില്ലാത്ത ഒരു രീതിയിൽ നമ്മളിതിനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ എടുത്താണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മൊത്തമായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇടയിലൊക്കെ ആയിട്ട് മുളക് കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മുളകും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഇവിടെ നല്ല പോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെയാണ് ചേർത്ത് കൊടുത്തതെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മസാലപ്പൊടികൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്നുകൂടെ മിക്സ് ആക്കി എടുക്കാം. നമ്മുടെ ഈ ഒരു ഉള്ളിയിലേക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ഞാനിപ്പോൾ ചിക്കനോ ബീഫോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ബീഫും ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആ ഒരു മസാല നമുക്കൊന്ന് ചൂടാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 5 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പൊട്ടിച്ച് ഞാനൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മസാലയിൽ അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊക്കെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. അതാകുമ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ല പോലെ ബീറ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മുഴുവനായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് നല്ല പോലെ ഞാനിതിനോടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ഞാനിപ്പോൾ ഇനി വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുന്നുള്ള ആ ഒരു ടെൻഷനൊന്നുമില്ല കേട്ടോ. ഇനി ഇതേ ഒരു രീതിയിൽ തന്നെ കുക്കറിലും ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവ് മുഴുവനായിട്ടും നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അടി കട്ടിയുള്ള ഏത് തരം പാത്രത്തിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചധികം അടിഭാഗം കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അടച്ച് വെച്ച് ഞാൻ ഒരു 20 മിനിറ്റാണ് കേട്ടോ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കുറച്ചും കൂടെ ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഞാനിതിനെ വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റെ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ കുറച്ചധികം കട്ടിയിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം വെന്ത് കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2-3 മിനിറ്റ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ മുട്ടയും ഉള്ളിയും വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതാ നല്ലൊരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഉൾഭാഗമൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇത് അധികം എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് എണ്ണ മാത്രമാണ് കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാത്ത രീതിയിൽ ചെയ്തെടുക്കാവുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.